രാം നാരായൺ റാം. ഇത് നമ്മൾ എല്ലാവരും അറിയുന്ന കാര്യമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും ആരുടെയും സ്വന്തമായുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. വ്യക്തിയുടെ ചിന്താഗതിയും ബുദ്ധിയും ക്രമേണ വികസിച്ചപ്പോൾ മാത്രമേ വ്യക്തിഗത അവകാശം എന്ന ആശയം വന്നുള്ളൂ. ഒരാൾ കൂടുതലായി ചിന്തിക്കാൻ യോഗ്യനാകുമ്പോൾ സ്വാഭാവികമായും ഓരോ മനുഷ്യൻ്റെയും, ഓരോ മരത്തിൻ്റെയും, ഓരോ ജീവജാലത്തിൻ്റെയും ഉള്ളിലേക്ക് ശബ്ദ ഊർജം എത്തിച്ചേരുന്നു. ഈ ചിന്തകൾ എവിടെ നിന്ന് വരുന്നു? എന്തിന് വരുന്നു? ഇതൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഒരു ജീവി ഒരിക്കലും അപ്രതീക്ഷിതമായി ആരെയും ആക്രമിക്കില്ല. ആദ്യം അവൻ നോക്കും, മനസ്സിലാക്കും, കേൾക്കും, ചുറ്റുമുള്ള ശബ്ദം കേട്ട് വിലയിരുത്തും, മറ്റ് ജീവികൾ ചുറ്റുമുണ്ടോ എന്നറിയാൻ ശ്രമിക്കും. അതുപോലെ തന്നെ മനുഷ്യനും ഇതെല്ലാം ആലോചിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും നമുക്ക് ചിന്തകൾ വരുന്നു. ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും മനസ്സിൽ ചിന്തകൾ ഒഴുകിയെത്തുന്നു. എന്നാൽ ഈ ചിന്തകൾ എവിടെ നിന്ന് വരുന്നു? ഇവയെ ആരാണ് അയക്കുന്നത്? ഇതൊന്നും നമ്മളാരും ആലോചിക്കാറില്ല. വായുക്കാറ്റുപോലെ ശബ്ദങ്ങൾ, ചിന്തകൾ നമുക്കെത്തിച്ചേരുന്നു. നമ്മളും അവയെ സ്വീകരിക്കുന്നു. എന്നാൽ അവയിൽ എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ വിവേകം എന്ന ആത്മബോധം നിലകൊള്ളുന്നു. അതാണ് നമ്മെ ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. വിവേകമാണ് നമ്മോട് പറയുന്നത്, ഇത് ചെയ്യരുത്, കാത്തിരിക്കൂ, ചിന്തിക്കൂ. ഇതേ വിവേകമാണ് നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ നിയന്ത്രണം കൈകാര്യം ചെയ്യുന്നത്. നമുക്ക് ജന്മം ലഭിച്ച നിമിഷം മുതൽ ഹൃദയം മിടിക്കുന്നു. എന്നാൽ ഈ ഹൃദയമിടിപ്പ് ആരാണ് നിയന്ത്രിക്കുന്നത്? ഭൂമിയിലെ എല്ലാ മനുഷ്യരും ഈ ചിന്ത ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് ചിന്തകൾ എവിടെ നിന്ന് വരുന്നു? ആരാണ് അവയെ അയക്കുന്നത്? അവയുടെ അർത്ഥം എന്താണ്? സമൂഹത്തിൽ ധാരാളം ജ്ഞാനികൾ ഉണ്ട്. എന്നാൽ അവർ അജ്ഞാനികളുടെ പോലെ പെരുമാറുന്നു. അവർ എപ്പോൾ ഈ സത്യം മനസ്സിലാക്കും? അവർ എപ്പോൾ യഥാർത്ഥ മനുഷ്യരായി മാറും? സൂര്യനെ ഇല്ലാതെ ജീവിക്കാമോ? വായുവില്ലാതെ ജീവിക്കാമോ? ഓക്സിജനെ ഇല്ലാതെ ജീവിക്കാമോ? ഭൂമിയിൽ എല്ലാം സമതുലിതാവസ്ഥയിൽ ബാലൻസ് നിലനിൽക്കുന്നു. മരങ്ങളും ചെടികളും മനുഷ്യർക്കായല്ല സൃഷ്ടിക്കപ്പെട്ടത്. അവയ്ക്കും അവയുടെ അവകാശങ്ങൾ ഉണ്ട്. നാം ചെടികളിൽ നിന്ന് പഴങ്ങൾ പറിക്കും, പൂക്കൾ പറിക്കും. അവയ്ക്ക് വേദനയുണ്ടാകുന്നില്ലേ? ഒരു മരമാണ് നിങ്ങൾക്ക് സമീപം എത്തി നിങ്ങളുടെ തലമുടി പറിച്ചെടുത്തു, ഇത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ നിങ്ങൾ എന്ത് തോന്നും? നിങ്ങൾക്ക് പഴങ്ങൾ, പൂക്കൾ വേണമെങ്കിൽ അവയെക്കൊണ്ട് ചോദിക്കൂ. ഒരു മരത്തോടോ ചെടിയോടോ ആരെങ്കിലും അതിനു മുമ്പ് ചോദിച്ചതുണ്ടോ? മണ്ണിൽ നിന്ന് മരങ്ങൾ ഉയർന്ന് നിങ്ങളുടെ പിന്നാലെ ഓടിത്തുടങ്ങിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കും? പ്രകൃതിയെ ബഹുമാനിക്കുക. പ്രകൃതിയുടെ സമതുലിതാവസ്ഥയെ ആദരിക്കുക. പ്രകൃതിയുടെ നിയമം, ജ്ഞാനം, ധർമ്മം, കർമ്മം, അവയുടെ ആത്മത്യാഗം, ഇതെല്ലാം ആദരിക്കേണ്ടതാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ ഗ്രന്ഥം. ആകാശം തന്നെയാണ് യഥാർത്ഥ ഗ്രന്ഥം, ഖുർആൻ. ഇത്ര വലുതായ ഗ്രന്ഥം മറ്റെവിടെയാണുള്ളത്? അതിൻ്റെ അനന്തമായ താളുകൾ ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ആകുന്നു. ഈ ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ നാം ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനാവൂ. രാം നാരായൺ റാം എന്നതിൽ തന്നെയാണ് ജീവിതത്തിൻ്റെ സാരാംശം. ആകയാൽ നമുക്ക് പരസ്പരം സ്നേഹത്തോടെ ജീവിക്കാം, പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാം. നമ്മുടെ മനസ്സിൻ്റെ വിവേകത്തെ കേൾക്കുക. രാം നാരായൺ റാം എന്ന ജപം തുടർച്ചയായി ചെയ്യുക. അതാണ് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുക.